നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഈ ഉച്ചയ്ക്ക് ചോറുണ്ടോണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ച് എൻ്റെ തലയിൽ ചോറ് കയറുമോ എന്ന് പേടിയായിപ്പോയി. അത്രയ്ക്ക് ഞാൻ തലകുത്തി ചിരിച്ചു. നമ്മളെ നടിയെ ആക്രമിച്ച കേസിന് വിധി പറഞ്ഞ ഹണിയം വർഗീസിൻ്റെ കോടതിയിൽ ദിലീപ് അടക്കം കൊടുത്ത കോടതി ലക്ഷ്യ കേസ് ഇന്ന് എടുക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ആവശ്യം കോടതിയിൽ വരേണ്ട ആളാണ് അതിജീവിത എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ആ നടിയുടെ വക്കീൽ. കാതിൽ കമ്മലൊന്നും ഇല്ലാതെ നടക്കുന്ന വക്കീലുണ്ടല്ലോ, അവരവിടെ എത്തേണ്ടതാണ് ഇന്ന്. പക്ഷെ അവർ വന്നില്ല. നടിയെ ആക്രമിച്ച കേസിൻ്റെ 8.5 വർഷം വാദപ്രതിവാദം നടന്നിട്ട് വിധി പറയുന്ന ദിവസവും അവർ പോയില്ല. ഇത് രണ്ടും ഓർത്തിട്ടായണം ഹണിയം വർഗീസ് എടുത്തു കൊടുത്തു. അവർ കോടതിയിലില്ല. ഹണിയം വർഗീസ് പറഞ്ഞത് 2023 നടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ കോടതിയിൽ വരുന്നത്. പക്ഷേ ഇവർ സംസാരിക്കുന്നതെല്ലാം 2018, 19, 20 കാലഘട്ടത്തിലെ കഥയാണ് പറഞ്ഞത്. ഈ കോടതി ഇല്ലാത്ത വക്കീലാണ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചെഴുന്നള്ളിക്കുന്നത്. അത് പോട്ടെ എന്ന് വയ്ക്കാം. ഒരു കേസിൻ്റെ വിധി പറയുമ്പോൾ വാദിഭാഗത്തിന് വേണ്ടി വന്നിരിക്കുന്ന വക്കീൽ വരാതിരിക്കുക, ഇന്ന് കോടതി ലക്ഷ്യ കേസെടുക്കുമ്പോൾ വരാതിരിക്കുക. ആകെപ്പാടെ അവർ 10-12 ദിവസമാണെന്ന് കോടതി വന്നത്. കോടതിയിൽ വന്നാൽ അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. ഈ വാദപ്രതിവാദമൊക്കെ, ഈ രാമപിള്ളയ്ക്കൊക്കെ വേറെ ജോലിയില്ലേ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഫിലിപ്പിന് ജോലിയില്ലേ എന്നൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്. ഇതെന്തൊന്ന് ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൊണാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അവർ ബോറടിക്കും, മേടിച്ചങ്ങ് പോകും. അങ്ങനെ പോകാത്ത ദിവസമാണെങ്കിൽ കോടതിക്കകത്തിരുന്ന് ഉറങ്ങും. ആലോചിക്കുക, ഒരു ജഡ്ജിയെ അല്ലെങ്കിൽ ഒരു നീതിപീഠത്തിനെ എത്ര ഇൻസൾട്ട് ചെയ്യുന്നു. ഇന്ന് ജഡ്ജ് പറയാണ് ഈ വക്കീൽ കോടതിയിൽ വന്ന് ഉറങ്ങുകയായിരുന്നു പതിവ്. ഈ കേസിലൊന്നും ഇടപെട്ടിട്ടില്ല. കാരണം അവർ ഈ ചാനൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ വക്കീലായത്. അപ്പോൾ പകലും രാത്രിയും മുഴുവൻ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകും. ചർച്ചയിൽ പങ്കെടുക്കുന്ന എതിരാളികളുടെ വായിരിക്കുന്ന മുഴുവൻ തെറിഞ്ഞ് കേൾക്കും. ഇവരും ഗുണഗുണഗുണമെന്ന് കുറേ പറയും. എന്നിട്ട് ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ ചെന്ന് നടന്ന് ഉറങ്ങും. കേസ് പഠിക്കില്ല, നാളെ കോടതിയിൽ എന്ത് പറയണമെന്ന്. അതങ്ങ് നടന്നോളൂ എന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ, ഫസ്റ്റ് കക്ഷി, അദ്ദേഹം നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞ് ഇവർ കിടന്ന് ഉറങ്ങും. എന്നിട്ട് കോടതി ചെന്ന് ഇരിക്കുമ്പോൾ ഉറക്കക്ഷീണം വരും. മനുഷ്യ ഒരു 8 മണിക്കൂർ ഉറങ്ങണ്ടേ? ബ്രെയിൻ കൊണ്ട് ജോലി ചെയ്യുന്നവരല്ലേ ഈ വക്കീലന്മാർ. കോടതിയിലിരുന്ന് ജഡ്ജിയുടെ മുമ്പ് ഇരുന്ന് ഇങ്ങനായിരിക്കും. ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും, രാമപിള്ള സാർ എന്തെങ്കിലും ഷൗട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അവിടെ യുവർ അതല്ല എന്നൊക്കെ പറഞ്ഞ് വല്ലതൊക്കെ പറയുമായിരിക്കും, മണ്ടത്തരങ്ങൾ. ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജ് പറയുകയാണ്, കോടതിയിൽ വന്ന് ഉറങ്ങുന്ന ഒരു വക്കീലിനെയാണ് അതിജീവിത തൻ്റെ പേഴ്സണൽ വക്കീലായിട്ട് വച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ചിരിയേ വന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഈ വക്കീലിനെ ചാനലുകാർ കണ്ട് ചോദിച്ചു, ഹണിയം വർഗീസ് പറയുന്നു കോടതിയിൽ നിങ്ങൾ വരാറില്ല, ആകെപ്പാടെ 8-10 ദിവസം വന്നിട്ടുള്ളൂ, അത് 2023 മുതലാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ 2020-ലെയും 18-ലെയും 19-ലെയും കഥയൊക്കെയാണ് പറയുന്നതെന്ന് അവർ പറയുന്നു. അവർ ഗുരുതരമായി നിങ്ങളെപ്പറ്റി പറഞ്ഞൊരു ആരോപണം, നിങ്ങൾ കോടതിക്കകത്തിരുന്ന് ഉറങ്ങുമെന്നാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല. അഥവാ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ചൂട് കാലമല്ലേ, അപ്പം ഞാൻ ചിലപ്പോൾ ഉറങ്ങിയിരിക്കാം. എനിക്ക് ഓർമ്മയില്ല, ഉറങ്ങുമ്പോൾ ഓർമ്മ കാണൂല്ല. എനിക്ക് ആ വക്കീലിനോട്, ആ സഹോദരിയോട് പറയാനുള്ളത്, ഹണിയം വർഗീസിനെതിരെ ഈ ഉറങ്ങാത്ത കഥ പറഞ്ഞ് ഇനി ചൊറിയണ്ട. കാരണം ഇൻഹൗസ് ഇതായിരുന്നല്ലോ, പ്രൊസീജിയറായിരുന്നല്ലോ അവിടെ വാദം. അപ്പോൾ ക്യാമറയിൽ മുഴുവൻ പകർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങുന്ന വിഷ്വൽ എടുത്ത് അവർ പുറത്തു വിട്ടാൽ, ജഡ്ജ് പുറത്തു വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് തലയും മുണ്ടിടാതെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം മുതലുള്ള അന്ത്യചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അവശ്യം പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചു വേണം സംസാരിക്കാൻ. ഇല്ല എങ്കിൽ അവരാ വീഡിയോ എടുത്തങ്ങ് പുറത്തു വിടും. അവരങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കാരണം അത്രയും ഇൻസൾട്ട് ചെയ്തു നിങ്ങളെല്ലാം കൂടി. ഒരു തെറ്റും ചെയ്യാത്ത അവരെ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ അതിർവരമ്പുകൾ തെറ്റിക്കാതെ കേസ് കേൾക്കുന്ന ഒരു ജഡ്ജിയെ, വേറൊരു പള്ളിക്കൂടത്തിൽ പോകാത്ത ഒരു ശബ്ദം വിറ്റ് ജീവിക്കുന്ന ഒരുത്തിയുണ്ടല്ലോ, അവൾ പറഞ്ഞത് എന്നെ 2004 ഇതിന് വിധി എഴുതി വച്ചില്ലേ പൈസ മാച്ചോട്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞതെല്ലാം അവരുടെ മുന്നിൽ കാണും. അവരിതെല്ലാം സമയം നോക്കിയിരിക്കുകയായിരിക്കും വച്ചലക്കാൻ. ഇന്ന് ചാനൽ ജഡ്ജിമാർ വിളിക്കുമ്പോൾ ചെന്നിരുന്നിട്ട് ഞാൻ ചൂടത്ത് ചിലപ്പോൾ ഉറങ്ങിയിരിക്കാം,
ഇത് പണ്ട് ഞാൻ മുമ്പൊരിക്കൽ ഒരു കഥ പറഞ്ഞില്ലേ, എന്നെ ആരും അടിച്ചിട്ടില്ല. പിന്നെ മീമിക്കുന്ന സ്ത്രീ, ഒരു സ്ത്രീ എന്നെ ഒരു പാളയിട്ട് അടിച്ചെന്ന് പറഞ്ഞല്ലേ, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം നിങ്ങൾ ഉറങ്ങാതെ പിന്നെ എന്താ അവർ പറഞ്ഞത്? അത് ചൂട് കാലമാകുമ്പോൾ ചിലപ്പോൾ കണ്ണടയ്ക്കും. കോടതിക്കകത്തിരുന്ന് ഉറങ്ങുന്ന വക്കീൽ ആലോചിക്കുക, എന്ത് പേരാ അവരെ വിളിക്കേണ്ടേ? ഉറക്കം തൂങ്ങിന്ന് വിളിച്ചാൽ മതിയോ? എനിക്കറിയില്ല. എന്തായാലും രസകരമായിരുന്നു. ഞാൻ ഈ ചോറുണ്ണുന്നതിനിടയിൽ ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി. ഇങ്ങനെ കോമഡികളെയൊക്കെയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി കൊണ്ട് നടന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, വാരി ഇട്ട് കൊടുക്കാണ്. നമുക്ക് ഇവിടെ മാത്രം കൊണ്ട് ഉണ്ടാക്കണ്ട, നമുക്ക് സുപ്രീം കോടതി വരെ പോവാം. ഹൈക്കോടതി കണ്ട് സുപ്രീം കോടതി കണ്ട് ഇതും കേട്ടോണ്ട് പാവാം ആ പെൺകുട്ടി ഇറങ്ങുമോ എന്ന് എനിക്കറിയണ്ട. എന്തിനാണ് ഈ ഐറ്റംസുകളൊക്കെ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോകണമെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തായാലും ഉറങ്ങുന്ന ഒരു ജഡ്ജിയെ, കോടതിയിൽ ഉറങ്ങുന്ന ഒരു ജഡ്ജിയെ ജീവനോടെ കാണാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമസ്കാരം. രസകരമായ ഒരു വിഷയമാണ് ഞാൻ എഴുതി തുടങ്ങിയത്, ആലോചിച്ച് തുടങ്ങിയതും അങ്ങനെ തന്നെ. എഴുതി വന്നപ്പോൾ അവർ ഈ ചിത്രത്തിലേ ഇല്ല, അങ്ങനെയായി. ഞാൻ ഇതിൻ്റെ അവസാനം പറയാം അതിൻ്റെ കാര്യം. ഒരു ഓടാത്ത പടം മാത്രമേ ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയ MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഹരികുമാർ സാർ ചെയ്ത സുഹൃതമടക്കം പുറപ്പാടടക്കം 36 പടത്തോളം ഞാൻ വർക്ക് ചെയ്തു, അസോസിയേറ്റായിട്ടും അസിസ്റ്റൻ്റായിട്ടും. ഒരു പടം ചെയ്തു, അത് ഓടിയതുമില്ല. പക്ഷേ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഇനി ആരൊക്കെ എന്നെ തെറി വിളിച്ചാലും ഞാൻ സംതൃപ്തനാണ്. ഏതായാലും നനച്ചിരിക്കാത്ത ഭാഗ്യങ്ങൾ ഈ സിനിമാ പ്രവർത്തനത്തിനിടയിൽ 39 വർഷത്തിനിടയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി പ്രവർത്തിച്ച ഊഴത്തിലും ഞാൻ അവസാനമായി പ്രവർത്തിച്ച അമ്മയ്ക്കൊരു താരാട്ടിലും മധുസാറുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മധുസാറുണ്ടായിരുന്നു. മഹാനായ MT വാസുദേവൻ നായർ സാർ, ഷീനിച്ചേട്ടൻ, ജോൺ പോൾ, കലു ഡെന്നിസ്, രഘുനാഥ് പലേരി തുടങ്ങിയ വമ്പന്മാരുടെ തിരക്കഥയുമായി എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. പാവത്താനായ MK അർജുനൻ മാഷ് അടക്കം M ജയചന്ദ്രൻ വരെ സംഗീത സംവിധായകരുമായും നിരവധി പേരോട്, അത് ഔസേപ്പച്ചനടക്കം ഒരുപാട് പേരോട്, SV വെങ്കടേഷ് അടക്കം ഒരുപാട്, MG രാധാകൃഷ്ണൻ അടക്കം ഒരുപാട് പേരോട് എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. ONV കുറുപ്പ് സാർ മുതൽ വയലാർ ശരചന്ദ്ര വർമ്മ വരെയുള്ള ഗാനരചയിതാക്കളോടൊപ്പവും നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ മുതൽ സുജാത വരെയുള്ള ഗായകരുമായും ഞാൻ വർക്ക് ചെയ്ത സിനിമകളുടെ പേരിൽ എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്ന വിപിൻദാസ് മുതൽ സഞ്ജീവ് ശങ്കർ വരെയുള്ള ഛായാഗ്രാഹകന്മാരുമായും ഞാൻ സഹകരിച്ചിട്ടുണ്ട്. വസ്ത്രാലങ്കാര രംഗത്ത് ഒരു കാലത്തെ 1-ാം നമ്പറായിരുന്നല്ലോ നമ്മളെ ഇന്ദ്രൻസ് മുതൽ നിസാർ ഖാൻ വരെ നിരവധി വസ്ത്രാലങ്കാരകന്മാരോടൊപ്പം ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ചെമ്മീനിലും അരനാഴിക നേരത്തിലുമൊക്കെ കുഞ്ഞനച്ചനെയൊക്കെ മേക്കപ്പ് ചെയ്ത KV ഭാസ്കരൻ ചേട്ടൻ മുതൽ കരുമം ബിനു വരെയുള്ള ചമയക്കാരുമായും ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ചിത്രസംയോജന രംഗത്താണെങ്കിൽ K ശങ്കുണ്ണിയേട്ടൻ മുതൽ G മുരളിയേട്ടൻ വരെ കുറേ പേരോടൊപ്പം എനിക്ക് സഹകരിക്കാനായി. ഷൺമുഖണ്ണ എന്നെല്ലാവരും വിളിക്കുന്ന KR ഷൺമുഖം മുതൽ മഹേഷ് കവടിയാർ വരെയുള്ള പ്രൊഡക്ഷൻ അവരുമായിട്ടും എനിക്ക് സഹകരിക്കാനായി. JC സാർ മുതൽ കാവടിയാട്ടം ചെയ്ത അനിയൻ വരെയുള്ള സംവിധായകരുമായി പ്രവർത്തിച്ചതും എനിക്ക് സന്തോഷം പകർന്ന കാര്യമാണ്. KP ഉമ്മർ, ബഹദൂർ, ശങ്കരാടി, ജോസ് പ്രകാശ്, പറവൂർ ഭരതൻ തുടങ്ങി അടൂർ ഭവാനി, ഫിലോമിന, കവിയൂർ പൊന്നമ്മ, KPS ലളിത, സുകുമാരി ചേച്ചി തുടങ്ങി ബേബി അമ്പിളി വരെയുള്ള, അമ്പിളി ഇപ്പം 2 മക്കളെ അമ്മയൊക്കെ ആയി, ബേബി അമ്പിളി വരെയുള്ളവരുമായി എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. കഥ എഴുത്തിലും തിരക്കഥ എഴുത്തിലും സംവിധാനത്തിലും നിർമ്മാണത്തിലും അഭിനയത്തിലും വലിയ വിജയമായ എൻ്റെ പ്രിയപ്പെട്ട ലാൽ എന്ന് പറഞ്ഞ മനുഷ്യനെ സ്റ്റാർട്ട് പറയാനും കട്ട് പറയാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ അത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്.
തൊട്ടതെല്ലാം പൊന്നാക്കിയ മനുഷ്യനല്ലേ ലാൽ, സിദ്ദിഖ് ലാൽ ലാൽ. അദ്ദേഹത്തോട് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ആക്ഷൻ പറയാനും എനിക്ക് ആവശ്യമുള്ളത് കഴിയുമ്പോൾ കട്ട് പറയാനും എനിക്ക് ലഭിച്ച ഭാഗ്യം, പടം ഓടിയില്ല, പക്ഷേ ഞാനതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് സിനിമ എന്ന മായിക ലോകത്ത് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ശുപാർശക്കാരോ ഗോഡ് ഫാദർമാരോ ഇല്ലാത്തവനായിട്ടും ഇത്രയൊക്കെ എങ്കിലും ഞാനായി എങ്കിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അത് മറ്റുള്ള വായ്നോക്കികൾ എന്നെ പറയുന്നത് ഞാൻ കാര്യമാക്കാറില്ല. പ്രേം നസീർ, ജയൻ, ഷീല, ജയഭാരതി, അടൂർഭാസി എന്നിവരോടൊപ്പം ഒരു സിനിമയിൽ, ഒരേ ഒരു സിനിമയിലെങ്കിലും സഹകരിക്കാൻ കഴിയാത്ത ദൗർഭാഗ്യവാനാണ് ഞാൻ. ഈ പറഞ്ഞ ആൺ താരങ്ങളോടൊപ്പം പ്രായത്തിൻ്റെ കാരണത്താൽ സഹകരിക്കാനാകാതെ പോയി എന്ന് വേണമെങ്കിൽ എനിക്ക് സമാധാനിക്കാം. ഇപ്പോൾ ജയേട്ടൻ മരിച്ച പ്രായം എന്ന് പറയുമ്പോൾ എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ പോട്ടെ എന്ന് വയ്ക്കാം. നസീർ സാറിൻ്റെയും പോട്ടെ എന്ന് വയ്ക്കാം, അടൂർഭാസി സാറിൻ്റെയും പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഷീലാമ്മയോടൊപ്പമോ ജയഭാരതി ചേച്ചിയോടൊപ്പമോ സഹകരിക്കാവുന്ന സമയത്ത് ഞാൻ സിനിമയിലുണ്ടായിരുന്നല്ലോ. പക്ഷേ ഒരു പടത്തിലും അവരോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു സിനിമയിലെങ്കിലും മലയാളിയുടെ പ്രിയപ്പെട്ട അഭിനേത്രി ശാരദാമ്മയോടൊപ്പം എനിക്ക് സഹകരിക്കാനായി. അക്കാരണത്താൽ കൊണ്ട് തന്നെ എന്നെ എത്ര ശകാരിച്ചാലും, എന്നെ എത്ര അസഭ്യം പറഞ്ഞാലും, ശ്രീകുമാരൻ തമ്പി സാറിനോട് അദ്ദേഹം എത്ര ബോറായി പെരുമാറിയിട്ടുണ്ട് എങ്കിലും എനിക്ക് സ്നേഹമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, യുവജനോത്സവം എന്ന മോഹൻലാൽ സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന കാലം. ഞാൻ അപ്പോഴാണ് തമ്പി സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മാളിക പണിയുന്നവർ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങളുടെ നാട്ടിലാണ് ചിത്രീകരിച്ചത്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സുകുമാരനെയൊക്കെ വെച്ച്. ആ ഷൂട്ട് നടക്കുന്നിടത്ത് 3 ദിവസം ഞാൻ പോയി നിന്നിട്ടുണ്ട്, സ്കൂളിൽ പോവാതെ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. എന്താണ് നടക്കണമെന്നറിയില്ല, എന്നാലും ഈ ഷൂട്ടിംഗ് കണ്ടു നിന്നിട്ടുണ്ട് കാഴ്ചക്കാരനായി. ഈ സംവിധായകനാണ് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ മാലേ എന്ന് വിളിക്കുന്ന ചന്ദ്രകല മാനത്ത് എന്നുള്ള പാട്ടടക്കം ഒരുപാട് ചെയ്തല്ലോ. നമ്മൾ എണ്ണി പറയുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെ നിരവധി പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ് ഈ ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ ഞാൻ അതിശയത്തോടെ നോക്കി നിന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. തിരുവനന്തപുരത്ത് ആര്യശാലയിൽ ഒരു പഴയ ഓടിട്ട കെട്ടിടത്തിലായിരുന്നു അക്കാലത്ത് തമ്പി സാറിൻ്റെ വിതരണ കമ്പനിയുടെ ഓഫീസ്. ഞാൻ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ആര്യശാല വഴി പോകുമ്പോൾ സ്കൂട്ടറിൽ ആക്റ്റീവിലാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ പതുക്കെ സ്ലോ ചെയ്തിട്ട് മുറ്റത്തൊരു വലിയ മാവ് നിൽപ്പുണ്ട്. ആ മാവൊന്നും മുറിച്ചിട്ടില്ല, കെട്ടിടവും പഴയതുപോലെ മങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, സിന്ധു, ഇതാണ് ശ്രീകുമാരൻ തമ്പി സാർ യുവജനോത്സവമൊക്കെ വിതരണം ചെയ്യുന്ന ഓഫീസ്. ഇവിടെ വന്നാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ടത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു വീട്. യുവജനോത്സവം സൗപർണിക മൂവി ആർട്സിൻ്റെ ബാനറിലാണ് തമ്പി സാറ് വിതരണവും നിർമ്മാണവും സംവിധാനവും നടത്തിയത്. തിരക്കഥയും ഗാനങ്ങളും എല്ലാം ഒരു ഒൺമനുഷ്യരായിരുന്നല്ലോ. യുവജനോത്സവം കണ്ട് ത്രില്ലടിച്ച് ഞാനൊരു കത്തയച്ചു ചെന്നൈയിലെ വീട്ടിലേക്ക്. എനിക്ക് അങ്ങയുടെ കൂടെ സംവിധാന സഹായിയായി നിന്ന് സംവിധാനം പഠിക്കണം എന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഉടനെ തന്നെ എനിക്ക് മറുപടി വന്നു. തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ ഈ വരുന്ന വെള്ളിയാഴ്ച എന്നെ നേരിൽ വന്ന് കാണൂ, ഞാനവിടെ ഉണ്ടാവും എന്നായിരുന്നു മറുപടി. പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നു. അവിടെ സ്റ്റാഫിനോട് കാര്യം പറഞ്ഞു. സാറിന് ഫ്ലൈറ്റ് മിസ്സായി, താമസിച്ചു പോയി, നാളെ വരും. അങ്ങനെയാണ് ആ സ്റ്റാഫിനോട് മറുപടി പറഞ്ഞത്. നിരാശനായി അവിടുന്ന് മടങ്ങി. പിറ്റേന്നും ചെന്നു. അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്നലെ കണ്ട ആളോട് തന്നെ ഞാൻ തിരക്കി, സാർ വന്നോ എന്ന് ചോദിച്ചു. വന്നു, എൻ്റെ പേര് ദിനേശ്, സാറ് വരാൻ പറഞ്ഞിട്ട് വന്നതാണ്. അയാളകത്തേക്ക് പോയി. മടങ്ങി വന്ന് എന്നെ കൂട്ടി കൊണ്ടുപോയി. മെലിഞ്ഞുണങ്ങിയ എന്നെ അടിമുടി ഒന്ന് നോക്കി ആദ്യം സാറ്, എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. കുശലങ്ങൾ ചോദിച്ചു. നിങ്ങളൊരു പത്രക്കാരനല്ലേ? ഞാൻ അതെ. ഞങ്ങളെയൊക്കെ വരച്ച വയലിൽ നിർത്തുന്ന ജോലികൾ ചെയ്യുന്നത് ഈ പത്രക്കാരല്ലേ? അതിനിടയിൽ എന്തിനാ സിനിമയിലേക്ക് പോകുന്നത് എന്നായി ചോദ്യം.
ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. സാറേ, സംവിധാനം പഠിക്കാൻ ഒരുപാട് പേരെ കണ്ടു, ആരും കൊണ്ടുപോകാത്തതുകൊണ്ടാണ് ഒരു ബൈപ്പാസ്സായിട്ട് പത്രപ്രവർത്തനായെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യുവജനോത്സവം വലിയ ഹിറ്റാണ്, പക്ഷേ എനിക്ക് ഉടനെ സിനിമയില്ല. അടുത്ത പടം എനിക്കാവുമ്പോൾ എന്നെ ബന്ധപ്പെടും, കൊണ്ടുപോകാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ആ പടത്തിൽ സഹകരിപ്പിക്കാം എന്നല്ല പറയണേ, എന്നെ അപ്പോഴൊന്ന് കാണൂ, നോക്കട്ടെ. തൊഴുകൈയോടെ ഞാൻ പുറത്തിറങ്ങി. അകത്ത് കൊണ്ടാക്കിയ ആൾ പുറത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഒപ്പിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല, നടക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒപ്പിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നടക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതെങ്ങനെ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ നോക്കി. ഒരു കുസൃതി ചിരിയോടെ കക്ഷി പറഞ്ഞു, നിങ്ങൾ കയറി ചെന്നപ്പോഴേ സാർ എന്താണ് പറഞ്ഞത്? ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, സാർ നിങ്ങളെ കൊണ്ടുപോകില്ല, ആരെങ്കിലും സാറിൻ്റെ മുന്നിൽ ഇരിക്കുമോ? അതെനിക്കൊരു പുതിയ ചോദ്യമായിരുന്നു. ഇരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഇരുന്നത്, അങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഞാൻ അപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം ആലോചിക്കണം, അങ്ങനെയും ഉണ്ടോ എന്ന്. എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ഞാനിരുന്നു. കൊണ്ടുപോയില്ലെങ്കിൽ ചാകാൻ പറ്റുമോ ചേട്ടാ? ഞാൻ ഇറങ്ങി നടന്നു ആ പച്ച വെയിലത്ത്. ഇങ്ങനെയല്ലേ മറുപടി പറയാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചാവാൻ പറ്റും, കലമനാറ്റി ചാടാൻ പറ്റും? ഇല്ലല്ലോ. അടുത്ത വഴി നോക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി നടന്നു. ആ ജോലിക്കാരൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. എന്നെ പിന്നെ അദ്ദേഹം വിളിക്കുന്നത് അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനമായി ചെയ്ത സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണ്. ഞാൻ കുറേ കാലം നടത്തിയ ദിവ്യ മീഡിയ എന്ന് പറഞ്ഞ സീരിയലും ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചെയ്തത് തമ്പി സാറാണ്. അദ്ദേഹത്തിന് 60 വയസ്സ് തികഞ്ഞപ്പോൾ, ഷഷ്ടിപൂർത്തി ആയപ്പോൾ, ഞാനൊരു ഹീറോ പേനയും വാങ്ങി ദേവയാൻപ് എന്ന് പറഞ്ഞ് സീരിയലൊക്കെ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറാമാനെ വിളിച്ചുകൊണ്ട് തമ്പി സാറിനെ കാണാൻ പോയി. ഇപ്പോൾ താമസിക്കുന്ന വില്ലയിൽ ബെൽഹേവൻ ഗാർഡൻസിൽ. അദ്ദേഹം ആ പേന സന്തോഷപൂർവ്വം വാങ്ങിച്ചിട്ട് എനിക്ക് 2 പേന തന്നു പകരം. ഒരു പേനയ്ക്ക് പകരം 2 പേന. ഞാൻ നിധി പോലെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഡബ്ബിങ്ങിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അദ്ദേഹം വന്നപ്പോൾ ഞാനപ്പോൾ അവിടെ ഉണ്ട്, എഴുന്നള്ളത്തെന്ന് പറഞ്ഞ സിനിമയുടെ വർക്കുമായിട്ട്. ഞാൻ പോയി തൊഴുതു. ആ, നിങ്ങളെന്താ ഇവിടെ? ഞാനിപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറാണ് സാർ. വെരി ഗുഡ്. ഞാൻ സാറ് ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോ 2 മണി മുതലുള്ള കാഴ്ച ഞങ്ങൾക്കാണ്. ഞാൻ അതിന് വന്നതാണ്. ആരാ വരുന്ന ആർട്ടിസ്റ്റ്? ഡബ്ബിങ്ങിന് വരുന്ന ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു. ആരും വരുന്നില്ല സാർ, ജഗതി ചേട്ടനാണ് ഡബ് ചെയ്യാനുള്ളത്. അപ്പോൾ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ജഗതി ചേട്ടൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് തമ്പി സാർ നിർത്തണം, കാരണം 2 മണിക്ക് ഞങ്ങൾക്കാണ് തിയേറ്റർ. ആ തിയേറ്ററിലേക്ക് ജഗതി തന്നെ ബാക്കി തുടരും. ജഗതി ചേട്ടൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ആശ്വാസമായി. എൻ്റെ വർക്ക് തീരാൻ ചുരുങ്ങിയത് 1 മണിക്കൂർ കൂടെ നീളും, പ്രശ്നമാവുമോ എന്ന് സാറ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രശ്നമാവുമോ എനിക്കറിയില്ല സാർ, ഞാൻ സംവിധായകനുമായിട്ട് സംസാരിക്കാം. ആരാ ഡയറക്ടർ? ഞാൻ പറഞ്ഞു, ഹരികുമാർ സാർ. ഓ, ഹരിയുടെ പടമാണോ? ഒന്ന് സംസാരിക്കൂ. ഞാൻ സാറുമായിട്ട് സംസാരിച്ചു. സാർ പറഞ്ഞു, തമ്പി സാറിൻ്റെ പടം, തമ്പി ചേട്ടൻ്റെ പടമല്ലേ, നടക്കട്ടെ. തമ്പി സാറിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു ട്രാജഡി സംഭവിച്ചതാണല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണം. വിവരം അറിഞ്ഞുടൻ തന്നെ കേട്ട പാതി ഞാൻ വണ്ടിയെടുത്ത് നേരെ പേയാട് ബെൽഹേവൻ ഗാർഡൻസിലേക്ക് ഓടി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ കണ്ട കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് പറയേണ്ടത്. ഒരേ കാലം എൻ്റെ മനസ്സിനെ ഹോണ്ട് ചെയ്ത കാഴ്ചയായിരുന്നു. സകലതും നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ മാനസിക സംഘർഷം ഞാൻ അവിടെ കണ്ടു. അമൃതാനന്ദമയിയുടെ അടക്കം ദൈവങ്ങളുടെ ഫോട്ടോകൾ പുറത്തേക്ക് എടുത്തെറിയുകയാണ് തമ്പി സാർ. ഞാൻ വിശ്വസിച്ചവർ എന്നെ നോവിച്ചു എന്ന പരിവേദനവുമുണ്ട്. സാറിനെ കാണാതെ ഞാൻ മടങ്ങി. ഇപ്പോൾ സാറിനെ കാണണ്ട, എന്താ ആശ്വസിപ്പിക്കും നമ്മൾ? മോൻ പോയില്ലേ സാറേ, സാറ് സമാധാനപ്പെടണം എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞത് കഴിഞ്ഞു, സാറെന്തിനാ ഇനി ദുഃഖിക്കുന്നത് എന്ന് കേൾക്കാൻ പറ്റും. സാറിന് സുഖമാണോ എന്ന് കേൾക്കാൻ പറ്റും. സാറ് മദ്രാസിലേക്ക് പോകുന്നില്ലേ എന്ന് കേൾക്കാൻ പറ്റും. ഞാൻ പതുക്കെ അവിടുന്ന്
വണ്ടിയെടുത്തേക്ക് പോകുന്നു. തൻ്റെ മകന് രാജകുമാരൻ തമ്പി എന്ന് പേരിട്ട ഒരു അച്ഛനാണ്. ആരെങ്കിലും ഇടും ആലോചിക്കുക, രാജകുമാരൻ തമ്പി എന്നാണ് മകന് പേരിട്ടത്. എന്നേക്കാൾ വലിയ സിനിമാക്കാരനാകണം എൻ്റെ മോനെന്ന് മോഹിച്ച അച്ഛൻ്റെ സ്വപ്നങ്ങൾ തകർന്നത് ആ മനുഷ്യൻ എങ്ങനെ താങ്ങിയെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ സീരിയൽ ചെയ്താൽ അതെത്ര നന്നായി പോയാലും നഷ്ടമേ എനിക്ക് വരും സാറിൻ്റെ. കാരണം സാറ് 9-10 മണിക്ക് വരും, വന്നിട്ട് അവിടെ ഇരുന്ന് അന്നെടുക്കാനുള്ള സീൻ അവിടെ ഇരുന്നാണ് എഴുതണത്. എന്നിട്ട് ആർട്ടിസ്റ്റുകൾ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അസോസിയേറ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്താൽ എവിടെ മുതലാവും? അത് മാറ്റാൻ സാറിന് കഴിയുന്നുമില്ല. ഞാനൊരു ആലോചനയിലാണ്. എൻ്റെ മോൻ സംവിധാനം ചെയ്യും, ഞാൻ തിരക്കഥ എഴുതും, എൻ്റെ കൂടെ ദിനേശ് ഉണ്ടാകണം. അസോസിയേറ്റായിട്ടല്ല, സംവിധായകനായിട്ട് തന്നെ. ഞാൻ അതിനും ഓക്കെ പറഞ്ഞു. പുള്ളിക്കാരെന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെ പറയും. പക്ഷെ പരമ്പര നടന്നില്ല. രാജകുമാരൻ തമ്പി സമ്മതിക്കാനിടയില്ല. അച്ഛൻ്റെ ചിന്തകളോ അച്ഛനെ പോലെ പഴഞ്ചനായ ആ ദിനേശിനെയോ കൂട്ടി ഞാൻ ചെയ്താൽ നന്നാവില്ല എന്ന് ബുദ്ധിമാനായ രാജകുമാരൻ തമ്പിക്ക് തോന്നിക്കാണും. ദിവ്യ മീഡിയ വിഷൻ ഉദ്ഘാടനത്തിന് സ്റ്റുഡിയോ ഞാൻ കുറേ കാലം നടത്തിയെന്ന് പറഞ്ഞില്ല. ദിവ്യ മീഡിയ വിഷൻ്റെ ഉദ്ഘാടകനായി ഞാൻ ക്ഷണിക്കാൻ ചെന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, ദിനേശിനെ കൊണ്ട് ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകാനും അത് വിജയിപ്പിക്കാനും ആകുമോ എന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അത് തന്നെ സംഭവിച്ചു. കുറേ പേർ എന്നെ പറ്റിച്ചു, സിനിമാക്കാരി തന്നെ കള്ളച്ചെക്ക് തന്നിട്ട് കുറേ കടക്കാരനായി. ഞാനത് അവസാനിപ്പിച്ച, അല്ലെങ്കിൽ ഞാനതിൽ നിന്ന് വിട പറഞ്ഞു. അതോടെ സുകുമാര ഷാർജ എന്ന് പറഞ്ഞ് എനിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു സീറ്റുണ്ടായിരുന്ന ആ വലിയ മനുഷ്യനുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധം ഇല്ലാണ്ടായി. അതിൽ നിന്ന് പിരിഞ്ഞതാണ് പുള്ളിക്ക് ദേഷ്യം വന്നത്. ഇതുവരെ പുറത്ത് പറയാത്ത ഒരു കഥ പറയാം. നടന്ന സംഭവമാണ്. എൻ്റെ മകൻ്റെ വിവാഹം നിശ്ചയിച്ചു. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരാളല്ലേ ഉള്ളൂ. നാരായണ ഭട്ടതിരിയെ കൊണ്ട് കല്യാണ കാർഡിൻ്റെ കാർഡും കവറും ഒക്കെ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചു. ആദ്യ ക്ഷണക്കത്ത്, ഇത് തമ്പി സാറിന് പോലും അറിയില്ല, ആദ്യ ക്ഷണക്കത്ത് തമ്പി സാറിന് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനും സിന്ധുവും കൂടി സാറിൻ്റെ വിൽഹേവൻ ഗാർഡൻസിലെ വില്ലയിൽ ചെല്ലുമ്പോൾ 24 ന്യൂസിനായി PP ജെയിംസ് തമ്പി സാറിനെ അഭിമുഖം നടത്തുകയായിരുന്നു. അത് തീരാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെ പുറത്ത് കാത്തു നിന്നു. ആഗമന ഉദ്ദേശം പറഞ്ഞു, വിവാഹ ക്ഷണക്കത്ത് സാറിന് കൊടുത്തു. അദ്ദേഹം അത് മനസ്സിരുത്തി വായിച്ചു. ഇടയ്ക്ക് എന്നെയും സിന്ധുവിനെയും മാറി മാറി നോക്കി. ദിനേശ്, നിങ്ങൾ നന്നായി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണോ ഇത്? എന്താ സാർ? ലോകം മുഴുവൻ കൊറോണ പടരുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത നാശം വരുത്തുകയാണ്. നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് കേരളം, ഈ അസുഖത്തിൻ്റെ പിടിയിൽ പെട്ടെന്ന് അമരും. നിയമങ്ങൾ കർശനമാകും. ഈ പറയുന്ന ഡേറ്റ് ഒന്നുകൂടി അന്വേഷിച്ച് നീട്ടിവെക്കുന്നതാവും നല്ലത്. നിങ്ങൾക്കാകപ്പാടെ ഒരു മോനല്ലേ, അയാളുടെ ഭാവി ജീവിതം കുറിക്കുന്ന ചടങ്ങല്ലേ. ഞാൻ കൂളായി പറഞ്ഞു, ആലോചിക്കുക സാർ. 40,000-41,000 രൂപയ്ക്ക് കാർഡൊക്കെ അടിച്ച് വീട്ടിൽ വെച്ച് ആദ്യമായിട്ട് വിളിക്കാൻ ചെന്നിടത്താണ് സാറിത് പറയുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെന്ത് സാർ, അത് ആലോചിക്കാം. സാറിൻ്റെ വില്ലയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും ഞാനൊന്ന് ഉറപ്പിച്ചു, ഈ വിവാഹം മാറ്റിവെക്കണം, നീട്ടിവെക്കണം. വീട്ടിൽ വന്ന ഉടനെ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. നമുക്ക് ഈ വിവാഹം നീട്ടിവെക്കാം, ഇന്നയാണ് പ്രശ്നം. തമ്പി സാർ ഇങ്ങനെ പറഞ്ഞു. അതിനെന്താ ചേട്ടാ, നമുക്ക് മാറ്റിവെക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ വിവാഹം മാറ്റിവെച്ചു. ഇതൊന്നും ഞാൻ ആരോടും പറയാത്ത സംഗതികളാണ്. ഞാൻ അദ്ദേഹത്തെ എത്ര ബഹുമാനിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രവുമാണിത്.
എന്നിട്ടും 3 വർഷം മുമ്പ് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ കുറേ ആൾക്കാരുടെയും കുറച്ച് ക്യാമറകളെയും കണ്ടപ്പോൾ ഒരു ഇരയെ കിട്ടി. എന്നാൽ ഇന്നത്തെ ഭക്ഷണം യവനാകാമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. ഒരു മോശം ഡ്രാമ, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു മോശം ഡ്രാമ അദ്ദേഹം കളിച്ചു. പക്ഷേ സംഗതി അമ്മയ്ക്കൊരു താലാട്ട് പോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞുപോയി. കാരണം അരമരം കിന്നരം എന്ന് പറഞ്ഞതുപോലെ ഇത്രയും ക്യാമറകളുടെയും ആൾക്കാരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഷൗട്ട് ചെയ്ത് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ ഞാൻ ബെന്നി ആശംസ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന് ഒരു ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയതാണ്. ഇവിടെ ഫംഗ്ഷന് തമ്പി സാറുണ്ടെന്ന് അറിഞ്ഞിട്ട് ബെന്നി എന്നോട് ചോദിച്ചേടാ തമ്പി സാറിൻ്റെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എനിക്ക്. ഞാൻ അതിനെന്ത് വാ, നമ്മളെ സാറല്ലേ വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ചെയ്യണം. എന്നെയാണ് ക്യാമറയുടെ മുന്നിൽ ഒരുപാട് അട്ടഹസിച്ചത്. ഞാനൊരു അക്ഷരം കൊണ്ട് പോലും ആ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളി ചുമ്മാ ഒരു കഥയുണ്ടാക്കി എന്നെ ഇൻസൾട്ട് ചെയ്തു. ഫോട്ടോ എടുക്കാനും പറ്റിയില്ല ബെന്നിക്ക്. പറയാൻ വിട്ടു, അമ്മയ്ക്കൊരു താരാട്ടിൽ ഞാനെത്തിയ കഥ അധികം പേർക്ക് അറിയില്ല. ഒരു സന്ധ്യയ്ക്ക് തമ്പി സാർ എന്നെ വിളിക്കുന്നു. കുശലങ്ങൾക്ക് ശേഷം വിളിച്ച കാര്യം പറയുന്നു. ഞാൻ പുതിയൊരു സിനിമ എടുക്കുന്നു, നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞു സാർ. തിരുവനന്തപുരത്തെ പ്രസ് മീറ്റ് കഴിഞ്ഞ് സാറും മധുസാറും ശാരദാമ്മയും ഇറങ്ങി വരുന്ന പടം വച്ച് ഒരു പേജല്ലേ മാതൃഭൂമി പത്രമൊക്കെ കൊടുത്തത്. നല്ല മൈലേജാണ് സാർ സാറിന്. അപ്പോൾ സ്വതസിദ്ധമായ പുള്ളി ഒരു ചിരിയുണ്ട്, അന്നിങ്ങനെ ചിരിക്കും. പുള്ളി ഒരു ചിരി ഇരിച്ചു, സന്തോഷമായി. ഇഷ്ടപ്പെട്ടാൽ പുള്ളിക്കൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുമെങ്കിൽ ആ ചിരിയിൽ നിന്ന് മനസ്സിലാക്കാം. ചിരിച്ചില്ല എങ്കിൽ നീ പറഞ്ഞത് ബോറാണ് എന്ന് നമ്മൾ തന്നെ കൂട്ടിക്കൊള്ളണം. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് എൻ്റെ ഈ പടം ദിനേശിന് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുമോ? അസോസിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വസിക്കാനാകാതെ ഞാനൊന്ന് ബ്രേക്കായി. മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ ഒരു ഷോക്കായിപ്പോയി. എനിക്ക് സംവിധാന സഹായിയാകാനായി കാണാൻ ചെന്നപ്പോൾ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നതിന് അവസരം നഷ്ടമായതൊക്കെ ഞാൻ ഒരു നിമിഷം കൊണ്ട് ആലോചിച്ചു. ചിലരങ്ങനെയാണ്. എൻ്റെ ഒരു ഗുരുനാഥനുണ്ടല്ലോ, ഹരികുമാർ സാർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചാൽ അദ്ദേഹം മേളിൽ നിന്നുകൊണ്ട് നോക്കും ആര് വന്ന് നിൽക്കുന്നതാണ്. ആവശ്യക്കാരാണെങ്കിലേ പുള്ളി മോളിൽ നിന്ന് ഇറങ്ങുള്ളൂ. വളരെ പതുക്കെ സാവധാനത്തിലേ ഇറങ്ങി വരുള്ളൂ. അല്ല ധൃതി വെച്ച് ഒരു കാര്യത്തിനും പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മേളിൽ നിന്ന് ആരാണെന്ന് നോക്കിയ ശേഷമേ അദ്ദേഹം താഴേക്ക് ഇറങ്ങും. വാതിൽ തുറന്ന ശേഷം വലതുവശത്തുള്ള വിസിറ്റിംഗ് റൂമിലേക്ക് അദ്ദേഹം നടക്കും, പിന്നാലെ ഞാനും നടക്കും. നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള ഷീൽഡുകൾ നല്ല ഭംഗിയായിട്ട് ഒരു മൂലയിൽ കോർണറിൽ അടുക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ. അവിടെ ചെന്ന് അദ്ദേഹം ഇരിക്കും. കാരണം ഒരു ഫോട്ടോ എടുത്താലും ആ ഷീൽഡെല്ലാം ഫ്രെയിമിൽ വരണം. അതിനുവേണ്ടിയാണ് പുള്ളിയുടെ സ്ഥിര സീറ്റ് അതായി മാറി. എന്നിട്ട് എന്നെ എന്തിനാണ് വിളിപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെ വളരെ വിശദമായി പറയും. ഒരു 10 മിനിറ്റ് അങ്ങനെ പോകുമ്പോൾ ചേച്ചി, ചന്ദ്രിക ചേച്ചി എന്ന് ഞാൻ സ്നേഹത്തോടെ വിളിച്ചിട്ടുള്ള എൻ്റെ ഒരു പെങ്ങളെപ്പോലെ ഞാൻ സ്നേഹിച്ച ചന്ദ്രിക ചേച്ചി ഒരു കപ്പ് ചായയായിട്ട് വരും. ഞാൻ നിന്നുകൊണ്ട് തന്നെ ആ ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ സാറ് പറയും, ആ ദിനേശിരിക്കും എന്ന് പറയും. അതുവരെ നമ്മളെ നിർത്തൂ, ഇരുന്ന് ചായ കുടിക്കും. ഇതൊരു പതിവ് ശീലമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്യുന്ന പണി പതുക്കെ ഒന്ന് മാറ്റി ട്രാക്ക്. ബെല്ലടിക്കും, വാതിൽ തുറക്കും. സാറ് ഷീൽഡുകൾ ഇരിക്കുന്നതിൻ്റെ ആ മൂലയിൽ ഇരിക്കാനായി നടക്കുന്നതിനിടയിൽ ഞാനങ്ങിരിക്കും. സാറ് ഇരിക്കാൻ വരുമ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞ് സാറിന് മനസ്സിലായി കാണിയാൽ നമുക്കിട്ട് പണി ചെയ്യണമെന്ന് ഞാൻ കയറിയങ്ങിരിക്കും. പിന്നെ എനിക്കൊരു അമ്മാവനെ പോലെ, എൻ്റെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഒരു മാമനെ പോലെയല്ലേ ഞാൻ കണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ ഡിസ്കഷനൊക്കെ റൂമെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ലെനിൻ രാജേന്ദ്രനെ പോലുള്ളവർ വരും. എന്നിട്ട് അവർ അല്പം അടൻസൊള്ളി കാര്യങ്ങൾ സംസാരിക്കും. സാർ പെട്ടെന്ന് അത് കട്ട് ചെയ്യും, സെൻസർ ചെയ്യും. ഇല്ല എങ്കിൽ പറയും, ദിനേശ് പോയി ഒരു ചായ കുടിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു വിടും. എൻ്റെ മുമ്പ് വെച്ച് സംസാരിക്കാൻ സമ്മതിക്കില്ല. ഒരു അമ്മാവൻ അനന്തരവൻ സ്നേഹമായിരുന്നു എന്നോട് തുടക്കകാലത്തുണ്ടായിരുന്നത്. പിന്നെ അത് വഷളായി. അപ്പോൾ സാറ് വന്ന് ഷീൽഡിൻ്റെ ആ സൈഡിൽ വന്നിരിക്കാൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ കയറിയിങ്ങിരിക്കും. പക്ഷേ അതിൽ ഒരു അതിർത്തിയും സാറിനില്ല. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഞാൻ ഇരുന്നുളഞ്ഞല്ലോ എന്നുള്ള ഒരു അതിർത്തിയും കാണിക്കുകയൊന്നുമില്ല.
ഞാനങ്ങ് ഇരിക്കും. പരിചയക്കാരോടൊക്കെ ഇതുപോലെ ചെയ്യാനും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാറിന് കുറേ പ്ലഗുകളുണ്ടല്ലോ, അവരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സാർ നിങ്ങളുടെ കാണിക്കും. അങ്ങനെ കാണിക്കും. 10-15 മിനിറ്റ് നിൽക്കുന്നതിന് ഞാൻ പറഞ്ഞു ചെയ്യരുത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യണം, അതുപോലെ അങ്ങ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അവരെയൊക്കെ തിരുത്തി. നേരെ തിരിച്ചായിരുന്നു എൻ്റെ ഗുരുനാഥനായ ജേസി സാർ. ഞാൻ വരുന്ന വിവരം സാറിനെ വിളിച്ച് പറഞ്ഞിട്ടേ ഞാൻ ചെല്ലൂ. സാറിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കാം. ഞാൻ ഇന്ന ട്രെയിനിലാണ് വരുന്നതെന്ന് സാറിനോട് പറയും. അതുകൊണ്ടാകണം മേളിലത്തെ മുറിയിൽ നിന്ന് സാർ റോഡിലേക്ക് നോക്കി നിൽക്കും, കണ്ണാടി വഴി. കറുത്ത കണ്ണാടിയാണ്, കൂളിംഗ് ഗ്ലാസ്, കൂളായ പേപ്പറൊക്കെ ഒട്ടിച്ച കണ്ണാടിയാണ്. അതിൽ കൂടെ നോക്കി നിൽക്കും. ഞാൻ റോഡിൽ ആട്ടോയിൽ നിന്നിറങ്ങി. അപ്പോൾ ആ വീടിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലേക്ക് കയറാൻ ഒരാളിന് നടന്നു പോകാനുള്ളൊരു ഗേറ്റുണ്ട്. ആ ഗേറ്റ് വഴിയേ കയറാൻ പറ്റും. അപ്പുറത്ത് വലിയ ഗേറ്റുണ്ട് കാറിടാനുള്ള. പക്ഷേ കാറില്ലാത്തതുകൊണ്ട് അത് എപ്പോഴും സദാ പൂട്ടിയിട്ടിരിക്കും. അപ്പോൾ ചെറിയ ഗേറ്റ് ഞാൻ തുറന്നാൽ നേരെ മേളിലേക്ക് പടിയാണ്, അല്ലാതെ 1-ാം നിലയിലേക്ക് പോകാൻ പറ്റില്ല. 1-ാം നിലയിലേക്ക് മേളിൽ കൂടെ വരാൻ പറ്റും. അപ്പോൾ ആ പടിക്കെട്ട് കയറി ഞാൻ മേളിലേക്ക് പോകും. പടിക്കെട്ട് കയറി വാതിലിന് മുന്നിൽ എത്തുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ഡോർ തുറക്കുന്നത് പോലെ വാതിൽ തുറന്നു വരും. സാറ് തുറക്കുന്നതാണ്. മുന്നിൽ ചിരിച്ച മുഖത്തോടെ സാറ് നിൽക്കും. വിശാലമായ ഹാളിലേക്ക് കയറുമ്പോഴേ സാറ് പറയും, ദിനേശ് ഇരിക്കി എന്ന് പറയും. എന്നിട്ട് സാറ് പതുക്കെ നടക്കും. ഭൂമിക്ക് നോവാതെ നടക്കുന്ന ആളാണ്. സാറ് പതുക്കെ നടന്നടപ്പം ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇരുന്ന് കഴിയും. അത് സാറ് തന്നെ ഓർഡർ ഇടുകയാണ്, ദിനേശ് ഇരിക്കി എന്ന് പറയും. അപ്പോൾ ട്രെയിൻ ലേറ്റായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് താഴേക്ക് ഇറങ്ങേണ്ട പടിക്കെട്ട്, 1-ാം നിലയിലേക്ക് അടുക്കളയിലേക്കൊക്കെ പോകാനുള്ള പടിക്കെട്ടിൻ്റെ അങ്ങോട്ട് നോക്കിയിട്ട് നീട്ടി പറയും, ദിനേശനൊരു ചായ എന്ന് പറയും. നല്ല മുഴക്കമുള്ള ശബ്ദമാണല്ലോ. പിന്നെയാണ് എന്നെ വിളിച്ച കാര്യത്തിലേക്ക് സാർ കിടക്കുന്നത്. ഞാൻ ആദ്യമായി ഒരു ചാൻസ് ചോദിച്ച് ചെന്നപ്പോഴും ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയത്. പടിക്കെട്ട് കയറി മേളിലേക്ക് ചെല്ലുമ്പോൾ ഇടതുവശത്ത് ചുവരിൽ സിമെൻറ്റിൽ തീർത്ത ഒരു പ്രതിമയുണ്ട്. ഭയങ്കര രസമായിട്ട് ഈ നമ്പൂതിരിയൊക്കെ ചെയ്യുന്ന പോലത്തെ ആരോ നല്ല വിവരമുള്ള ആരോ ചെയ്തു കൊടുത്താണ്. കറുത്ത പെയിൻ്റ് അടിച്ച് വച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും സംശയം, ആ ചുവരിലിരിക്കുന്നത് യേശുദേവനാണോ അതോ യേശുദാസാണോ? ഇവർ രണ്ടുമല്ലെങ്കിൽ ജേസി സാറാണോ എന്നെനിക്ക് സംശയം തോന്നുന്നു. ഇപ്പോഴും എനിക്ക് മനസ്സിലാലോചിച്ചാൽ ഈ 3 പേരെയും എനിക്ക് തോന്നും ആ വിഗ്രഹത്തിൽ. ഹാളിലേക്ക് കടന്ന് ജേസി സാർ ഇരിക്കാൻ പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ആദ്യമായിട്ട് ചെന്നപ്പോൾ ശ്രദ്ധിച്ചത്. ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ തൊട്ടടുത്ത് നിലത്ത് മൊസൈക്ക് ഇട്ട തറയാണ്. അതിലൊരാൾ കമഴ്ന്ന് കിടന്ന് ഒന്നരമായിട്ട് ഉറങ്ങുകയാണ്, ഗൂർക്കം വലിച്ചുറങ്ങുകയാണ്. ട്രെയിൻ പോകുന്ന, നോർത്തിലൂടെ ട്രെയിൻ പോകുന്ന അതേ ശബ്ദമുണ്ട് ഈ ഗൂർക്കത്തിൽ. ഷെർലിയുടെ അമ്മ കൊണ്ടുവന്ന, യേശു സാറിൻ്റെ ഭാര്യ കൊണ്ടുവന്ന ചായ കുടിച്ചു കഴിഞ്ഞ് സാറുമായി വർത്തമാനം പറഞ്ഞ് തുടങ്ങുമ്പോൾ കമഴ്ന്ന് മൊസൈക്ക് തറയിൽ കിടന്ന രൂപം മലർന്നു കിടക്കും. ഞങ്ങളുടെ വർത്തമാനം ഉറക്കത്തെ അലോസരപ്പെടുത്തി എന്ന മുഖഭാവത്തോടെ മലർന്നു കിടക്കും. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, സോഫയിലിരിക്കുന്ന ഞാൻ അറിയുന്നത് എൻ്റെ കാലിൻ്റെ അവിടെ കിടന്ന ആൾ MG സോമൻ ചേട്ടനായിരുന്നു. ഇതാളുടെ കുറ്റിയും പറിച്ച് തൻ്റെ ഉറക്കം കളയാൻ എന്ന മട്ടിൽ ആ ഉണ്ട കണ്ണുകൾ വെച്ച് എന്നെ അടിപിടി നോക്കി. അത് മനസ്സിലാക്കിയ ജേസി സാർ പറഞ്ഞു, സോമു എന്നാണ് വിളിക്കുന്നത്. സോമു, ജേസി സാറിനെ സോമേട്ടൻ വിളിക്കുന്ന അണ്ണ എന്നാണ്. ഇത് ദിനേശ്, തിരുവനന്തപുരത്തുകാരനാണ്, എന്നോടൊപ്പം പുറപ്പാടിൽ വർക്ക് ചെയ്യും. പിന്നെ യവൻ വരാത്ത കുറവേ ഉള്ളൂ മലയാള സിനിമയിൽ എന്ന മട്ടിൽ വീണ്ടും എന്നെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് കണ്ണടച്ച് പാവം സോമേട്ട ഉറങ്ങി. സെറ്റിലൊക്കെ വന്നിറങ്ങുമ്പോൾ ഇറങ്ങിയാലുടൻ ചോദിക്കുന്നത് എന്നെ പറ്റിയാണ്. അത് ചോദിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എവിടെ എൻ്റെ ശത്രു എന്നായിരുന്നു സോമേട്ട ചോദിച്ചിരുന്നത്. മരിക്കും വരെയും എന്നെ ഇഷ്ടമായിരുന്നു എന്നും ഞാൻ സോമേട്ടനുമായിട്ട് ഗുസ്തി പിടിക്കുമായിരുന്നുവെങ്കിലും പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ സോമേട്ടൻ തിരിച്ച് എന്നോട് പറയുമായിരുന്നുവെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് ജേസി സാറ് ഞാൻ ഇവിടത്തുകാരനല്ല എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാവമായിരുന്നു MG സോമേട്ടൻ.
കഥ വഴിമാറിപ്പോയി. നിങ്ങൾക്ക് എന്നോട് അസോസിയേറ്റ് ചെയ്യാമോ എന്ന ചോദ്യത്തിൻ്റെ ഞെട്ടൽ ഞാൻ നിന്നല്ല. തമ്പി സാർ കരുതിയത് ഒരു സംവിധായകനായി മാറിയ ശേഷം എന്നെ വീണ്ടും സഹസംവിധായകനായി വരാമോ എന്ന് ചോദിച്ചത് എന്നെ അലോസരപ്പെടുത്തി, അതുകൊണ്ടാണ് ഞാൻ മൗനിയായത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ വരണ്ട. ഞാനൊന്ന് വിളിച്ചാൽ ടി.എസ്. സുരേഷ് ബാബു അടക്കം എൻ്റെ സിനിമ വന്ന് ചെയ്യും. നിങ്ങളെ സഹകരിപ്പിക്കണം എന്നൊരാഗ്രഹം, അത്രയേ ഉള്ളൂ. സാർ എങ്ങനെയാണ് കരുതിയേ? സാറേ, ബംഗ്ലാവിൽ അവധി ചെയ്തു, കുറേ സീരിയലൊക്കെ ചെയ്ത് സംവിധായകനായ ശേഷം സാറിൻ്റെ അസോസിയേറ്റൊക്കെ വിളിക്കുന്ന മോശമല്ലേ എന്നുള്ളതാണ് ഞാൻ മിണ്ടാത്തതെന്നാണ് പുള്ളി കരുതിയത്. എനിക്ക് ഒരുപാട് സന്തോഷം സാർ, ഞാൻ വരാം. ഞാൻ ചെന്നു, പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു, സംസാരിച്ചു. അപ്പോൾ എല്ലാം തുറന്നു പറയുന്ന ആളാണല്ലോ. ഈ സിനിമയിലെ ഞാൻ വേറൊരാളെയായിരുന്നു അസോസിയേറ്റായി വച്ചത്. അവൻ ചാർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആർട്ടിസ്റ്റിന് ഡേറ്റൊക്കെ വാങ്ങി. പക്ഷേ ഒരു കുഴപ്പം, അയാൾ എന്നെ സിനിമ പഠിപ്പിക്കും. എനിക്ക് അങ്ങനെയുള്ളവരെ വേണ്ട, അതുകൊണ്ട് ഞാൻ അയാളെ കട്ട് ചെയ്തു. അയാളെ മാറ്റിയിട്ടാണ് അപ്പോൾ എന്നെ വയ്ക്കുന്നത്. അതൊക്കെ തുറന്നു പറയാൻ ഒരു മടിയും അദ്ദേഹത്തിനും ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റിൻ്റെ ഒരു തടിയും കോപ്പി എടുത്ത് ഒരു പോളിത്തീൻ കവറിലിട്ട് എനിക്ക് തന്നു. ഞാൻ അത് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ വാങ്ങിച്ച് കയ്യിൽ വെച്ചു. ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് എന്താ ശമ്പളം? സാറ് തരുന്നത്. അത് പറ്റില്ല, പറയൂ. അതിനപ്പുറം ഞാൻ പറയില്ല സാറിനോട്. സാർ തരുന്നതാണ് എൻ്റെ ശമ്പളം. ഞാൻ സ്ക്രിപ്റ്റ് വീട്ടിൽ കൊണ്ടുപോയി തിരക്കഥ ഭംഗിയായിട്ട് വായിച്ചു. 2 സിനിമ എടുക്കാനുള്ള തിരക്കഥയുണ്ട്. പിറ്റേന്ന് ഇതും ചുവന്നുകൊണ്ട് തിരിച്ചു തന്നു. വായിച്ചോ? വായിച്ചു. എന്താ അഭിപ്രായം? സീരിയലിന് സ്ക്രിപ്റ്റുകൾ എഴുതിയതിൻ്റെ എല്ലാ കുഴപ്പമുണ്ട് സാർ. സാറ് സീരിയലിന് കുറേ സ്ക്രിപ്റ്റ് എഴുതിയല്ലോ. അതിൻ്റെ എല്ലാ കുഴപ്പമുണ്ട് സാർ ഈ സ്ക്രിപ്റ്റിന്. ഒരു മാറ്റർ തന്നെ സാർ 17 സ്ഥലത്ത് പറയുന്നുണ്ട്. അതേതാ? നായിക സുലക്ഷണ എന്ന് പറഞ്ഞ വേഷമാണ് ശാരദാമ്മ ചെയ്തത്. മക്കൾ നോക്കുന്നില്ല, അതുകൊണ്ട് അവർ അനാഥ മന്ദിരത്തിലാണ് എന്നതാണ് 17 സ്ഥലത്തുള്ളത്. അതിപ്പോൾ നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായേ? സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നില്ലല്ലോ. ഞാൻ തോന്നും സാർ, ഇതല്ലേ നേരത്തെ പറഞ്ഞേ, ഇതല്ലേ അതിന് മുമ്പേ പറഞ്ഞതെന്ന് ആളുകൾ തോന്നില്ലേ സാർ എന്ന് ചോദിച്ചു. അത് എൻ്റെ സ്റ്റോറി ടെല്ലിങ് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഈ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് വാശി പിടിക്കുന്നതാണ് തമ്പി സാറിൻ്റെ ഒരു ക്യാരക്ടർ. വിട്ടുവീഴ്ച അല്ലെങ്കിൽ തോറ്റു തരിക എന്നുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ എൻ്റെ സ്റ്റോറി ടെല്ലിങ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്നാണ് സാറ് പറയുന്നത്. ഞാനേ ശശികുമാർ സാറിൻ്റെ കളരിൽ നിന്നും വന്നവനാണ്. നിങ്ങളും എങ്ങും എത്താതെ പോയത് ഹരികുമാറിൻ്റെയും ജെ.സിയുടെയും ശിഷ്യനായതിലാണ്. എനിക്കിട്ടൊരു കുത്തിയതാണ്. നിങ്ങൾ ജീവിതത്തിൽ എങ്ങും ആവാത്ത എന്താണെന്നറിയോ? നിങ്ങൾ ജെ.സിയുടെയും ഹരികുമാറിൻ്റെയും അസിസ്റ്റൻ്റായിരുന്നു. ഞാൻ ശശികുമാർ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വളർന്ന് വലുതായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്ത് പറയാൻ മറുപടി? ഞാൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചതേ ഉള്ളൂ. പിന്നെ ഇത്രയും സീനുകൾ വേണ്ട സാർ, സീനുകൾ കുറച്ച് കളയണം. 2 സിനിമയുടെ നീളം വരും. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയട്ടെ സാർ? പറയൂ. 82 വയസ്സായ മധുസാറാണ് നായകൻ, 75 വയസ്സായ തമ്പി സാറാണ് സംവിധായകൻ, 70 വയസ്സ് കഴിഞ്ഞ ശാരദാമ്മയാണ് നായിക. ഈ ജനറേഷനിലെ സിനിമ കാണാൻ വന്നിരുന്നവർ ഇപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ, ടി വിയുടെ മുന്നിലാണ് സാർ. അതുകൊണ്ട് ശാരദാമ്മയും മധുസാറും അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ, അല്ലെങ്കിൽ തമ്പി സാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്ന ആ ജനറേഷൻ ഇപ്പോൾ തിയേറ്ററിൽ വരുന്നില്ല, ഇപ്പോൾ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് സാറൊന്ന് റീതിങ്ക് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കഥയിൽ തന്നെ ഇവരെ വച്ചുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സായി കുമാർ, സുരാജ് വെഞ്ഞാറമ്മൂട്, മറ്റേ ലക്ഷ്മി ഗോപാലസ്വാമി, ഇവരുടെയൊക്കെ സീനുകൾ കുറച്ച് കൂട്ടണം. അല്ല, മധുസാർ തന്നെ ചോദിച്ചു, എന്നെ ഇങ്ങനെ ഈ മുഖം സ്ഥിരമായി ഇങ്ങനെ വച്ച് കാണിച്ചാൽ ആളുകൾ കാണുമോ എന്ന് തമ്പി സാറിനോട് എന്നെ മധുസാർ ചോദിച്ചു, നായകനാണെന്ന് പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു, സായിയെയും ലക്ഷ്മി ഗോപാലസ്വാമിയും സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെയൊക്കെ സീൻ കുറേ കൂട്ടാം നമുക്ക്, എന്നിട്ട്
മധുസാറും ശാരദാമ്മയായിട്ടുള്ള സീനുകൾ കുറച്ച് കുറയ്ക്കണം എന്ന്. എന്തിനാണ് സാർ ഈ സിനിമയ്ക്കായി എല്ലാ സിനിമ ഇതിൽ അഭിനയിക്കുന്ന നടന്മാരുടെയും ഒരുപാട് ഡേറ്റുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്? ലക്ഷ്മി ഗോപാലസ്വാമിക്ക് എത്ര പതുക്കെ നമ്മളെടുത്താലും 6 ദിവസമേ ഈ പടത്തിൽ വേണ്ട. പക്ഷേ സാർ വാങ്ങിച്ചിരിക്കുന്നത് 30 ദിവസത്തെ ഡേറ്റാണ്. അത്രയും കാശ് കൊടുത്ത് 30 ദിവസത്തേക്കുള്ള റേറ്റ് പറഞ്ഞാണ് 6 ദിവസത്തേക്ക് വിളിച്ചിരിക്കുന്നത്. മാമുക്കോയ 2 ദിവസം മതി സാർ, അദ്ദേഹത്തിൻ്റെയും 30 ദിവസം വാങ്ങിയിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു 14 ദിവസം 13-14 ദിവസം മതി, പക്ഷേ അയാളിൽ നിന്ന് വാങ്ങിച്ചു 30 ദിവസം. ശശികുമാർ സാറിൻ്റെ ടൈപ്പ് സിനിമകളുടെ കാലം കഴിഞ്ഞ് സാർ, സിനിമ മാറി. പക്ഷേ നമുക്ക് നല്ല വൃത്തിയായിട്ട് 30-35 ദിവസം കൊണ്ട് ഈ സിനിമ ഭംഗിയായിട്ട് നമുക്ക് തീർക്കാം. സാർ രാവിലെ 7 മണിക്ക് ലൊക്കേഷനിൽ വന്നാൽ രാത്രി 9 മണി വരെ നന്നായി വർക്ക് ചെയ്താൽ ഒരു 25-30 ദിവസത്തിനിടയിൽ നമുക്ക് ഈ സിനിമ തീർക്കാം. 4 പാട്ടൊക്കെ ഉണ്ട്, അതിന് താഴെ മതി സാർ, 30 ദിവസത്തിന് താഴെ മതി. ആകെ 5 ലൊക്കേഷനിലേ ഉള്ളൂ. എനിക്ക് രാവിലെ 7 മണിക്കൊന്നും വരാൻ കഴിയില്ല. അത് പടത്തിൻ്റെ സംവിധായകനും പടത്തിൻ്റെ തിരക്കഥാകൃത്തും പടത്തിൻ്റെ നിർമ്മാതാവുമായ കാശ് മുടക്കുന്ന നിർമ്മാതാവുമായ തമ്പി സാർ പറയാണ്, എനിക്ക് രാവിലെ 7 മണിക്ക് വരാനാവില്ല. എന്താ സാർ, എനിക്ക് വീടിൻ്റെ മേളിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം, വേറെ ചില പണികളുമുണ്ട്, അതൊക്കെ തീർത്തിട്ടേ എനിക്ക് വരാൻ പറ്റൂ. സാറിൻ്റെ വീട്ടിൽ ജോലിക്കാരി വരുമല്ലോ, അവർ അതൊക്കെ ചെയ്യില്ലേ? ഞാനത് അനുവദിക്കാറില്ല, അതൊക്കെ ഞാൻ തന്നെ ചെയ്യും, അത് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റും. ഈ അമ്പിലും വില്ലിലും തമ്പി സാർ അടുക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. അപ്പോൾ സാറ് ഒരു 9 മണിയാകുമ്പോൾ സാറിൻ്റെ കാറ് വന്ന് നിൽക്കും. ആ കാറിൽ നിന്ന് സാർ ഇറങ്ങിയിട്ട് എല്ലാവരും എണീറ്റിരിക്കും. അപ്പോൾ ഒരാളിൻ്റെയും മുഖത്ത് നോക്കില്ല, അസോസിയേറ്റ് ഡയറക്ടറായ എൻ്റെ മുഖത്ത് പോലും നോക്കില്ല. സാർ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് നടന്നു പോയി ഒരു മുറി അവിടെ റെഡിയാക്കി ഇട്ടേക്കും, ആ മുറി ഇപ്പോൾ ഇരിക്കും. അപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയും ഒക്കെ ആയിട്ട് ചെല്ലും. അവിടെ ഇരുന്ന് പതുക്കെ സമയമെടുത്ത് അത് കഴിക്കും. അത് കഴിച്ചിട്ട് കയ്യൊക്കെ കഴിയും, അവിടെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് വരുള്ളൂ. പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും നിൽക്കും, ആ ദിനേശ് പോന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറൊരാളായി മാറും. അതൊരു എനിക്ക് കൗതുകം തോന്നിയ ഒരു കാഴ്ചയാണ്. കാരണം രാവിലെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആര് വിഷ് ചെയ്താലും തിരിച്ച് വിഷ് ചെയ്യൊന്നുമില്ല, ഇങ്ങനെ കെയറിങ് അകത്തു പോകും. ആഹാരം കഴിച്ച് പുറത്ത് വരുമ്പോൾ സാർ എല്ലാവരോടും നോർമലായിട്ട് പെരുമാറും. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഈ സിനിമാ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നതിനിടയിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഉറ്റമിത്രമായ ശബ്ദക്കച്ചവടക്കാരി എന്നെ ഒരു ദിവസം വിളിച്ചു, ദിനേശേ, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് രാജി ചേച്ചി തിരുവനന്തപുരത്ത് വരും. രാജി ചേച്ചി എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഭാര്യയാണ്. ദിനേശിനോടല്പം രാജി ചേച്ചിക്ക് സംസാരിക്കണം എന്നെന്നോട് പറഞ്ഞു. ഒന്ന് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിന്? എനിക്ക് അവരെ പരിചയമില്ലല്ലോ. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ലൊക്കേഷനിൽ വരാൻ പറയും, അവിടെ വെച്ച് ഞാൻ സംസാരിക്കാം. അത് പോരാ ദിനേശേ, ചേച്ചിക്ക് ദിനേശിനോട് എന്തൊക്കെയോ പറയാനുണ്ട്, അത് വേണ്ട, ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ ഇക്കാര്യം തമ്പി സാറിനോട് പറഞ്ഞു. നന്നായി, നിങ്ങളങ്ങനെ പറഞ്ഞത് നന്നായി. ഇതൊക്കെ കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ അസോസിയേറ്റ് ചെയ്യാൻ വിളിച്ചത്. സാർ അർത്ഥഗർഭമായ ഒരു ചിരി ചിരിച്ചു. എന്നാൽ ഇവിടെയെങ്കിലും ഞാൻ ഒതുങ്ങണ്ടേ? എവിടെ? ഞാൻ ഒതുങ്ങില്ലല്ലോ. പിറ്റേന്ന് പോയപ്പോൾ 2013, 2014, 2015 കാലഘട്ടത്തിൽ ഇറങ്ങിയ നല്ല വിജയമായതും നല്ല പേരുണ്ടാക്കിയതുമായ 10-18 മലയാള സിനിമകളുടെ DVD-യുമായി ഒരു കവറിലിട്ട് ഞാൻ ചെന്നു. DVD കവറ് സാറിൻ്റെ മേശപ്പുറത്ത് വച്ചു. എന്നിട്ട് ചർച്ച ആരംഭിച്ചു. മേശപ്പുറത്ത് വച്ചിട്ട് ചർച്ച ആരംഭിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാറ് ആ കവറിലേക്ക് നോക്കുന്നുണ്ട്. എന്തോ ഒരു പന്തികേട് സാറിന് തോന്നി. സാറ് കാസ്റ്റ് ചെയ്ത ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാസ്റ്റ് ചെയ്ത കഥാപാത്രങ്ങളിൽ ലാലു അലക്സ് മിസ്കാസ്റ്റാണ് സാർ. എത്ര ഭംഗിയായി നമ്മൾ മേക്കപ്പ് ചെയ്താലും ലാലു അലക്സ് മധുസാറിൻ്റെ സ്നേഹിതൻ്റെ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ
മധുസാറിനെ എടാ പോടാന്ന് വിളിക്കുന്ന സുഹൃത്തായാൽ നന്നാവില്ല സാർ. മധുസാറിൻ്റെ സുഹൃത്തായിട്ട് എടാ പോടാന്ന് വിളിക്കുന്ന ക്യാരക്ടറാണ് ലാലു അലക്സിന്. മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ലാലു അലക്സ്. വിഗ് വയ്ക്കാതിരുന്നാൽ ഒരു വിധം നമുക്ക് ചെയ്യാം. എന്നാലും ലാലു അലക്സ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അരോചകത്വമുണ്ട് സാർ. പക്ഷേ മധുസാറിൻ്റെ മകനായി ചെയ്തിട്ടുള്ള ലാലു അലക്സ് എടാ പോടാ എന്നുള്ള കൂട്ടുകാരനായാൽ മോശമാവും സാർ. എന്നാൽ വിഗ് വയ്ക്കണ്ട എന്നായി സാർ. അത് അദ്ദേഹം സമ്മതിക്കില്ല സാർ. വിഗ് വയ്ക്കാതെ ലാലു അലക്സ് അഭിനയിക്കില്ല. വിഗ് വയ്ക്കാതെ എന്തൊരു ഭംഗിയാണ് ലാലു അലക്സ്. പക്ഷേ അദ്ദേഹം ഈ പാർട്ട വിഗ് വെച്ചേ അഭിനയിക്കും. വേറൊരു പ്രശ്നം കൂടിയുണ്ട് സാർ. അയാൾ നമ്മൾ അനുവദിച്ച ഹോട്ടലിൽ താമസിക്കില്ല. അയാൾക്ക് ഹൈസന്ത് എന്ന് പറഞ്ഞ ഹോട്ടലിൽ മുറി വേണം എന്ന് പറയുന്നു. ഞാനത് സമ്മതിക്കാതെ നിൽക്കുകയാണ് എന്നായി മധു സാർ. അല്ല തമ്പി സാർ, ദിനേശ് ഒന്ന് സംസാരിക്കും കേട്ടോ അയാളോട്. നമുക്ക് SP ഗ്രാൻഡേ കൊടുക്കാൻ പറ്റും. മലയാളത്തിലെ വലിയ താരങ്ങൾ വന്ന് താമസിക്കുന്ന സ്റ്റാർ ഹോട്ടലല്ലേ. അതിന് പകരം അതിനേക്കാളും വാടകയുള്ള ഹൈസിന്തിൽ കൊടുക്കാൻ പറ്റില്ല. എൻ്റെ സിനിമയിൽ താമസിക്കാൻ വരുന്നവർ ഞാൻ കൊടുക്കുന്ന ഹോട്ടലിൽ താമസിക്കണം. ദിനേശ് ഒന്ന് സംസാരിക്കും. ഞാൻ ലാലു അലക്സിനെ വിളിച്ചു. അമ്മയ്ക്കൊരു താരാട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഇപ്പോൾ ഞാനാണെന്ന് ആമുഖമായി പറഞ്ഞപ്പോൾ ലാലു ചായന് വലിയ സന്തോഷം. ഞാൻ അവതരിപ്പിച്ചു. ആദ്യം ഹോട്ടൽ ഇഷ്യൂ തന്നെ എടുത്തു. SP ഗ്രാൻഡ് നല്ല ഹോട്ടലല്ലേ ചേട്ടാ അജയ? സിനിമാക്കാർ ഒരുപാട് അവിടെയല്ലേ താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് SP ഗ്രാൻഡ് പറ്റില്ല, ഹൈസിന്ത് വേണം എന്ന് ചേട്ടൻ വാശി പിടിച്ചത് എന്ന് ചോദിച്ചു. മോനെ, SP ഗ്രാൻഡിൽ ഞാൻ നിരവധി തവണ താമസിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം. എൻ്റെ മോൻ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു കാറ് സമ്മാനമായി കൊണ്ടുവന്നു. അത് SP ഗ്രാൻഡ് ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാൻ കയറില്ല, തട്ടും. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചനെ. എനിക്ക് അങ്ങനെ പിടിവാശിയൊന്നുള്ള ആളല്ല. ഇതൊന്ന് അദ്ദേഹത്തോട് പറയും പ്ലീസ്. ഞാനത് തമ്പി സാറിനോട് പറഞ്ഞു. എനിക്കാണെന്ന് പറയണ്ട, ഞാൻ SP ഗ്രാൻഡ് കൊടുക്കും. ഹൈസിന്തിൻ്റെ വലിയ വാടക കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ച് ലാലു അലക്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ദിനേശ് മോനെ, തമ്പി സാർ എനിക്കായി 10 രൂപ അധികം ചിലവാക്കണ്ട. എനിക്ക് SP ഗ്രാൻഡിലെ റൂമിൻ്റെ പൈസ തന്നാൽ മതി. ബാക്കി ഹൈസിന്തിൽ എത്ര കൊടുക്കണോ അത് ഞാൻ കൊടുത്തോളാം എന്നായി ലാലു അലക്സ്. അപ്പോൾ ഞാനത് സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് പറയുന്നത്, എൻ്റെ പടത്തിന് അയാൾ പൈസ ഒന്നും മുടക്കണ്ട. എൻ്റെ പടത്തിന് അഭിനയിക്കാൻ വന്നാൽ അയാൾ താമസിക്കുന്ന റൂമിൻ്റെ വാടക ഞാൻ കൊടുക്കും. അയാളെ കയ്യിൽ നിന്നിട്ടൊന്നും എൻ്റെ പടത്തിന് കൊടുക്കണ്ട. ഇതാണ് പുള്ളിയുടെ ഒരു ലൈൻ. ഞാനതൊന്നും അനുവദിക്കില്ല. ഹൈസിന്തിലേറിയാൽ 1000 രൂപ കൂടി ആകാം. അതങ്ങ് കൊടുത്താലും പ്രശ്നം തീരുമല്ലോ സാർ എന്നായി ഞാൻ. എനിക്കത് സമ്മതമല്ലെന്നേ. എന്നോട് ചാൻസ് ചോദിച്ച് വന്നിട്ടുള്ളവനാ. ഞാൻ ഇവരുടെ മുന്നിലൊന്നും തോൽക്കാൻ നിൽക്കില്ല. നസീർ സാറിനോട്, ദേവരാജ മാഷിനോട് ഞാൻ തോറ്റിട്ടില്ല. പിന്നെയാണ് ഈ ലാലു അലക്സിനോട്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് സാർ. മധു സാറിനെ എടാ പോടാ എന്ന് വിളിക്കുന്ന ക്യാരക്ടറാണ്. വിഗില്ലാതെ മേക്കപ്പിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലാലു ചാൻ പറയുന്നത്, എടാ മോനെ, 10-21 വയസ്സിൻ്റെ എങ്കിലും മൂപ്പുണ്ട് മധു സാറും ഞാനുമായിട്ട്. എന്നെക്കാൾ 10-21 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. വിഗ് മാറ്റിയാലൊന്നും അത് ശരിയാവില്ല. എന്നെ ഇതിലെ നായകനാക്കാൻ പറ. അതായത് മധു സാറിൻ്റെ വേഷം കൊടുക്കാൻ പറ. വിഗില്ലാതെ, മീശയില്ലാതെ, ഉടുതുണി ഇല്ലാതെ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം. അതല്ലാതെ പറ്റില്ല എന്നാണ് ലാലു അലക്സ് പറയുന്നത്. ഞാനിതെല്ലാം തമ്പി സാറിനോട് പറഞ്ഞു. അയാൾ എനിക്ക് പടത്തിൽ ഇനി വേണ്ട എന്നായി തമ്പി സാർ. വാങ്ങിയ അഡ്വാൻസ് തിരിച്ചു തരാൻ പറ. ഞാൻ ലാലു അലക്സിനെ വിളിച്ചു, കാര്യം പറഞ്ഞു. ലാലു അലക്സ് സന്തോഷപൂർവ്വം പറഞ്ഞു, മോനെ, എൻ്റെ BP നോർമലാവുന്ന പോലെ തോന്നുന്നടാ. ഞാനിപ്പം തന്നെ 1,00,000 രൂപ അക്കൗണ്ടിലിടാം. നമുക്ക് കാണണം. നിന്നെ എനിക്കിഷ്ടമാണ്. ഞങ്ങൾ സ്വയംവരമ്പതിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വിവരം തമ്പി സാറിനോട് പറഞ്ഞു. ഇട്ടിലേലാവുമ്പോൾ വേറെ അറിയും. ശ്രീകുമാരൻ തമ്പിയോട് അവൻ്റെ കളി. അയാൾ ഇടാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാം, ഇട്ടിലേക്ക് വിവരം അറിയുന്നു. സാറ് ചൂടാവണ്ട, അയാൾ ഇടും ഇന്ന് തന്നെ, സാറിന് ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു.
ഇട്ടാൽ അവന് കൊള്ളാം. പറഞ്ഞു കഴിഞ്ഞതും എനിക്ക് ലാലു അലക്സിൻ്റെ ഫോൺ, മോനെ തമ്പി സാറിൻ്റെ ആ കാശ് ഞാൻ ഇട്ടിട്ടുണ്ടേ, അക്കൗണ്ടിൽ അപ്പം തന്നെ ഇട്ടു പുള്ളി. അപ്പോൾ ഇനി ആര് ആ വേഷത്തിന് എന്നുള്ള ചർച്ച ആലോചിക്കുകയാണ്. ഞാനൊരാളെ മനസ്സിൽ കണ്ടിരുന്നു. ആരാ സാർ? നമ്മുടെ അശോകൻ, നല്ല നടനല്ലേ. ശരിക്കും അപ്പം ഞെട്ടിയത് ഞാനാണ്. അശോകൻ മധു സാറിനെ എടാ ജോസഫ് എന്ന് സ്ക്രീനിൽ വിളിച്ചാൽ ജനങ്ങൾ കൂവും സാർ. അല്ല, ഇനി എങ്ങനെയൊക്കെ മേക്കപ്പിൽ നമ്മൾ മാറ്റം വരുത്തിയാലും അത് അശോകനാണ് നിൽക്കുന്നതെന്ന് ജനത്തിനറിയാമല്ലോ. മധു സാറിനെ നോക്കി എടാ ജോസഫ് എന്ന് വിളിച്ചാൽ അപ്പം കൂവും. നിൻ്റെ അച്ഛനെ നീ ഇങ്ങനെ വിളിക്കോടാ മറ്റവനെ എന്ന് ചോദിക്കും. പിന്നെ ആര് എന്നായി തമ്പി സാർ. നിങ്ങൾക്കാരെയും പറയാനില്ലേ? അത് എൻ്റെ സജഷൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേരെനിക്ക് പറയാനുണ്ട്. ആര്? ഞാൻ പറഞ്ഞു നമ്മുടെ പി ശ്രീകുമാർ. ഞാനത് ഓർത്തേ ഇല്ലല്ലോ. ഒരു വല്ലാത്ത ഒരു ചിരി ഇരിച്ചു വന്നിട്ട് സാർ, നിങ്ങളുടെ ആൾ അല്ലേ എന്നിട്ട്. ഞാൻ ശ്രീകുമാരേട്ടനും ഒരു ഗ്യാങ് എന്നാണ് പുള്ളി കരുതി വെച്ചേക്കണത്. നിങ്ങളുടെ ആൾ അല്ലേ? ശ്രീ എൻ്റെ ആദ്യകാല സുഹൃത്താണ്. പി ശ്രീകുമാറിനെ പറയുന്നത് ശ്രീ. അയാളുടെ റേറ്റ് എത്രയാണ് ഇപ്പോൾ? കാശിൻ്റെ കാര്യത്തിൽ ശ്രീകുമാരേട്ടൻ കണിശക്കാരനാണ്. സാറിൻ്റെ പടമാകുമ്പോൾ ചിലപ്പോൾ വാശി പിടിക്കില്ല, ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ തമ്പി സാറിന് ഒരു ആശ്വാസമായി, സന്തോഷമായി. ഞാൻ വിളിക്കുന്നില്ല, നിങ്ങൾ തന്നെ വിളിക്കും. ഞാൻ ശ്രീകുമാരൻ ചേട്ടനെ വിളിച്ചു, കാര്യം പറഞ്ഞു. നീ അങ്ങ് എത്തിയോടെ എന്നാണ് ആദ്യം ശ്രീകുമാരൻ ചേട്ടൻ ചോദിച്ചത്. എത്തേണ്ടടത്ത് തന്നെ എത്തിയോടെ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. ഞങ്ങൾ സമകാലീനരാ, ഒരു കാലത്ത് ഒന്നിച്ച് സിനിമയിലെത്തിയവരാ. അങ്ങർക്ക് ചില നേരത്ത് ജാതിക്കുണം വരും. അപ്പോൾ ആരെങ്കിലും ഒന്ന് താഴ്ത്താൻ നോക്കും. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല രസത്തിലല്ല, അത് നിനക്കറിയോ? എന്നിട്ട് എന്തു പറ്റി? എന്നോട് അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ നല്ല അടുപ്പക്കാരല്ലേ? ദിനേശ് തന്നെ സംസാരിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. അത് അയാൾക്ക് എന്നോട് സംസാരിക്കാനുള്ള ഒരു വൈറ്റ് ക്ലബിങ് കൊണ്ടായിരിക്കും. എന്താ കാര്യം? അയാൾ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എടാ പോടാന്ന് വിളിക്കും. ഞാനാര്? അയാളുടെ വീട്ടിലെ ജോലിക്കാരനോ? എന്നെ എടാ പോടാന്ന് വിളിക്കരുതെന്ന് ഞാൻ വാൺ ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, നീ ആര്? തിരുവനന്തപുരത്ത് ഗുണ്ടയാണോ? എൻ്റെ സ്വഭാവം മാറി. ഇനി എന്നെ എടാ പോടാ എന്ന് വിളിച്ചാൽ പരസ്യമായി ഞാൻ എടാ തമ്പി സുഖമാണോ എന്ന് ചോദിക്കും. അങ്ങനെ തിരിച്ചു പറഞ്ഞു. പിന്നെ കണ്ടാൽ തമ്പി കാണാതെ പോവും. എനിക്ക് അയാളെ ഇഷ്ടമാണ് ദിനേശ്. മദ്രാസിൽ പട്ടിണി കിടന്ന കാലത്ത് 50ഉം 100ഉം വെച്ച് പല തവണ എനിക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് അതൊന്നും മറക്കാനാവില്ല ദിനേശ്. ഞാൻ വരാം, നീ ഡേറ്റ് അറിയിച്ചാൽ മതി. ചേട്ടാ എത്ര പറയണം എന്ന് കേട്ടു. നീ പറഞ്ഞാൽ മതി, ഞാൻ ഓക്കെയാണ്. സാർ, ശ്രീകുമാരേട്ടൻ ഓക്കെയാണ്. സന്തോഷം. എത്രയാണ് ഷീയുടെ ഇപ്പോഴത്തെ റേറ്റ്? 3.5 ലക്ഷം. ഷോ, അതിത്തിരി കൂടുതലാണ്. ഒന്ന് ദിനേശ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വിളിച്ചു വീണ്ടും ശ്രീകുമാരേട്ടനെ. ചേട്ടാ 2 മതിയോ എന്ന് കേട്ടു. അപ്പോൾ ചേട്ടൻ 3.5 വാങ്ങിക്കുന്ന കാലമാണ്. 2 മതിയോ എന്ന് ചോദിച്ചു. 2 1.5 അയാൾക്ക് ഇഷ്ടമുള്ള തരാൻ പറയടേ. 1.5 ലക്ഷം ആയാലും മതിയെന്ന്. അയാൾക്കിപ്പോൾ മോശ സമയമാണെങ്കിൽ ഒന്നും തന്നില്ലെങ്കിലും ഞാൻ ചോദിക്കില്ല, ഫിക്സ് 2 ലക്ഷം കൊടുത്താൽ മതി. തമ്പി സാറിനോട് ഞാൻ പറഞ്ഞു. ശ്രീ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. തമ്പിയോട് എനിക്ക് ഇളുത്ത് വാങ്ങാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയണേ. ഒരുപാട് പൈസ സാർ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 50 രൂപയായിട്ട് 100 രൂപയായിട്ട് മദ്രാസിൽ വെച്ച് പട്ടിണി കിടന്നപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. 3.5 ലക്ഷം രൂപ 2 ആക്കിയതിൽ തമ്പി സാറിന് ഭയങ്കര സന്തോഷം. പോകാനിരിക്കുമ്പോൾ ഒരാവശ്യമില്ലാതെ ഞാൻ കൊണ്ടുവന്ന കവറ് സാറിന് നീട്ടി. എന്താ ഇത്? ഒരു 10-15 DVD ആണ് സാർ. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? സാറ് ഇത് ഈ 15 DVD ഒന്ന് കാണണം. എന്തിന്? വർത്തമാനകാല മലയാള സിനിമയെപ്പറ്റി
സാറിന് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എനിക്കതറിയണ്ട. ഞാൻ ശശികുമാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ടാണ് സാർ ഇതൊക്കെ ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞത്. കവറെടുത്ത് നീട്ടി തിരിച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ആ കവർ വാങ്ങിച്ചോണ്ട് ഞാൻ പോയി. കൂടുതലൊന്നും പറഞ്ഞില്ല പുള്ളി. കവറെടുത്ത് തിരിച്ച് കിട്ടി, അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അത് വാങ്ങിച്ചോണ്ട് ചമ്മി വെളിയിറങ്ങി വീട്ടിലേക്ക് പോയി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇന്ന് ചെയ്യാനിരുന്ന എപ്പിസോഡ് ശാരദാമ്മയെക്കുറിച്ചാണ്. ശാരദാമ്മയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതോ അറിഞ്ഞൂടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അത് വെച്ചൊരു നല്ല എപ്പിസോഡ് ശാരദാമ്മയെക്കുറിച്ച് ചെയ്യണം എന്നാലോചിച്ച് കുറിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ശാരദാമ്മയെ എവിടെ വെച്ചാണ് ആദ്യം പരിചയപ്പെട്ടതെന്ന് പറയണമല്ലോ. അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ സ്റ്റോറി വഴിമാറിപ്പോയത്. ശാരദാമ്മ കോൺട്രോൾ ചെയ്യപ്പെടുകയും കഥ വഴിമാറിപ്പോയത്. ശാരദാമ്മയെക്കുറിച്ചുള്ള കഥ, ഞാൻ ശാരദാമ്മയെ പരിചയപ്പെട്ട കഥ, ശാരദാമ്മയുടെ ക്യാരക്ടറിനെക്കുറിച്ച്, അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച്, തമ്പി സാറുമായി പിണങ്ങേണ്ടി വന്നതിനെക്കുറിച്ച് ഒക്കെ വെള്ളിയാഴ്ച പറയാം. രസകരമാണ് ആ വിഷയം. അത് വെള്ളിയാഴ്ച പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.